ഹലോ അസ്സാം വലൈക്കും വെൽക്കം ടു യുവർ യൂട്യൂബ് ചാനൽ. നമ്മൾ കാണിക്കാൻ പോകുന്നത് പുളി വെച്ചിട്ട് അടിപൊളി റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വീഡിയോ ഒക്കെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമാണ് ഞാനിടുന്ന പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ കേട്ടോ. അതുപോലെ തന്നെ അത് സ്കിപ്പ് ചെയ്യാതെ കാണാൻ വേണ്ടി ശ്രമിക്കാം. ഇനി നമുക്ക് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം കേട്ടോ. അപ്പോൾ അതിനായിട്ട് ആദ്യം ഞാൻ എടുത്തിരിക്കുന്നത് പുളിയാണ് കേട്ടോ. ഞാൻ എടുത്തിരിക്കുന്ന പുളി പറഞ്ഞാൽ നല്ല ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആദ്യമേ കുതിർത്ത് വെച്ചിട്ടില്ല. നിങ്ങളുടെ കയ്യിൽ നല്ല കട്ടിയുള്ളത് ഹാർഡായിട്ടുള്ള പോലത്തെ നമ്മളെ പുളിയാണെങ്കിൽ അത് നമ്മൾ ആദ്യമേ ഇതിൽ മുക്കി വെക്കണം കേട്ടോ. ഇപ്പോൾ ഞാൻ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കേണ്ടത് കഞ്ഞിവെള്ളമാണ്, നല്ല ഫ്രഷ് ആയിട്ടുള്ള ഇളം ചൂടുള്ള കഞ്ഞിവെള്ളം. അപ്പോൾ അതിലേക്ക് ഞാൻ അത് 2 ടേബിൾ സ്പൂണോളം കഞ്ഞിവെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ആ പുളി ഒന്ന് ഇതിലേക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ അതിൽ നിന്ന് പെട്ടെന്ന് കുതിരും, അത് ആ പുളി ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള പുളിയാണ്, പെട്ടെന്ന് കുതിരും. ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം പിന്നെ നമുക്ക് 2 ടേബിൾ സ്പൂണോളം കഞ്ഞിവെള്ളം തന്നെ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. എന്നിട്ട് പിന്നെ ഒന്നുകൂടെ നമുക്കത് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നിങ്ങളുടെ കയ്യിൽ നല്ല കട്ടിയുള്ള പുളിയാണെങ്കിൽ ഇതുപോലെ കുറച്ച് കഞ്ഞിവെള്ളം എടുത്തിട്ട് ഒരു 4-5 ടേബിൾ സ്പൂണോളം കഞ്ഞിവെള്ളം എടുത്തിട്ട് നമുക്കിത് കുതിർത്ത് വെക്കാം. നമ്മൾ മീൻ കറിക്കൊക്കെ നമ്മൾ പുളി കുതിർത്ത് വെക്കില്ല, അതുപോലെ കുതിർത്ത് വെക്കുക. ഇത് ഞാൻ സോഫ്റ്റ് ആയതുകൊണ്ടാണ് ഇപ്പം തന്നെ എല്ലാം മിക്സ് ചെയ്യണത് കേട്ടോ. അത് പെട്ടെന്ന് അരിഞ്ഞ് കിട്ടുന്നതാണ് ഇപ്പം തന്നെ ഞാൻ ചെയ്യുന്നത്. അല്ലെങ്കിൽ നമുക്ക് മുൻകൂട്ടിയിട്ട് തന്നെ പുളിയിൽ കഞ്ഞിവെള്ളത്തിൽ കുതിർത്ത് വെക്കാം. അപ്പോൾ നമ്മളതെല്ലാം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാണ്ട പെട്ടെന്ന് തന്നെ അരിഞ്ഞ് കിട്ടി. എന്നിട്ട് നമുക്കതിലത്തെ അതിൻ്റെ കുരുകളും കാര്യങ്ങളൊക്കെ നമുക്കതിൽ നിന്ന് കൈകൊണ്ട് വെച്ചിട്ട് കൈകൊണ്ട് ഒന്നുകൂടി പിഴിഞ്ഞ് കൊടുക്കുക. കൈകൊണ്ട് എല്ലാം പിഴിഞ്ഞ് കൊടുത്തതിന് ശേഷം അതിൻ്റെ ആ വേസ്റ്റ് നമുക്ക് എടുത്ത് കളയാം കേട്ടോ. നിങ്ങൾ കുതിർത്ത് വെച്ചതാണെങ്കിലും ഇതുപോലെ തന്നെ ചെയ്താൽ മതി. കുതിർത്ത് നമ്മൾ അതിൻ്റെ കുരുകളൊക്കെ മാറ്റി അതിൻ്റെ ആ നീര് മാത്രം എടുക്കുക കേട്ടോ. അപ്പോൾ അതിൻ്റെ കുരുകളും എല്ലാം ഞാൻ എടുത്ത് അതിൻ്റെ നീര് മാത്രം എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർക്കാണ്ട് അത് നമുക്ക് ചേർക്കാം. ഏറ്റവും വേണ്ടത് 1 ടേബിൾ സ്പൂണോളം മുളക് പൊടിയാണ് കേട്ടോ. എരിവുള്ളതാണെങ്കിൽ നിങ്ങൾ 1/2 സ്പൂണ് സാധാ മുളക് പൊടിയും പിന്നെ കാശ്മീരി ചില്ലി ആഡ് ചെയ്താൽ മതി. ഇത് എരിവ് കുറവുള്ളതാണ്. അതിനുശേഷം ആവശ്യമുള്ള ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഒരു 6 ചുവന്നുള്ളി ചെറുതാക്കി സ്ലൈസാക്കി അരിഞ്ഞതാണ് കേട്ടോ. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്തതിന് ശേഷം കൈ വെച്ചിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇതുപോലെ ഒരു പുളി കൊണ്ടൊരു ചമ്മന്തി ഉണ്ടാക്കാൻ നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാൻ വേറെ കറികളൊന്നും വേണ്ടിയിട്ട് നല്ലൊരു ടേസ്റ്റാണ്. ഇനി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു ഓംലേറ്റോ അല്ലെങ്കിൽ ഒരു പപ്പടം ഉണ്ടാക്കി കഴിച്ചാലും മതി. നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ലാസ്റ്റ് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. പുളി വെച്ചിട്ട് പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നൊരു ചമ്മന്തി, നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ ഇത്ര നമ്മുടെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, ബൈ ബൈ, താങ്ക് യു.